നിങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങളെ മറ്റൊരാളുടേതാണ് എന്ന് കരുതി നോക്കിയാൽ അതിനുള്ള പരിഹാരം വളരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും. നമ്മുടെ സ്വന്തം പ്രശ്നങ്ങളിൽ നാം വികാരപരമായി കുടുങ്ങിപ്പോകുന്നു. ഭയം, ഉത്കണ്ഠ, അഹങ്കാരം, പ്രതീക്ഷകൾ ഇവയൊക്കെ നമ്മുടെ ചിന്തയെ മൂടുന്നു. എന്നാൽ അതേ പ്രശ്നം മറ്റൊരാളുടേതാണെന്ന് കരുതി നോക്കുമ്പോൾ മനസ്സ് ശാന്തമാവുകയും വ്യക്തമായി ചിന്തിക്കാനും കഴിയുകയും ചെയ്യുന്നു. ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത് സാക്ഷിഭാവം, വിറ്റ്നസ് കോൺഷ്യസ്നസ് ആണ് അല്ലെ. നമ്മുടെ ചിന്തകളെയും പ്രശ്നങ്ങളെയും ഒരു സാക്ഷിയെ പോലെ നോക്കാൻ കഴിഞ്ഞാൽ വികാരങ്ങളുടെ മൂടൽമഞ്ഞ് മാറുകയും പ്രശ്നങ്ങൾ സ്വയം തെളിയുകയും ചെയ്യും. പ്രശ്നങ്ങളിൽ മുങ്ങരുത്, അതിനെ നിരീക്ഷിക്കുക. വികാരങ്ങളിൽ നിന്ന് ഒരു പടി പിന്നോട്ട് മാറുക. ഇത് എൻ്റെ സുഹൃത്തിന്റെ പ്രശ്നമായിരുന്നെങ്കിൽ ഞാൻ എന്ത് ഉപദേശം നൽകുമായിരുന്നു എന്ന് സ്വയം ചോദിക്കാം. പലപ്പോഴും നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉപദേശം നമുക്ക് തന്നെയാണ് ഏറ്റവും ആവശ്യമായി വരുന്നത്. ഒരിടത്ത് ലാസൂണസ് എന്നൊരാളുണ്ടായിരുന്നു. പഠനവും ബിസിനസ്സും കുടുംബമൊക്കെ തകർന്നടിഞ്ഞപ്പോ കടക്കാരോട് ഉത്തരം പറഞ്ഞ് മടുത്തപ്പോ അയാള് ഈ ലോകത്തു നിന്ന് തന്നെ ഒളിച്ചോടുകയല്ലാതെ വേറൊരു വഴിയില്ല എന്ന് ചിന്തിച്ചു. കൈ കിട്ടിയതൊക്കെ പാക്ക് ചെയ്ത് തന്റെ ഭാണ്ഡം എടുത്ത് ഇരുട്ടിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങിയ അദ്ദേഹത്തെ ഒരു പഴയ സുഹൃത്ത് തടഞ്ഞു നിർത്തി. എന്തായാലും ഒളിച്ചോടാൻ തീരുമാനിച്ചല്ലോ, എന്നാൽ അതിനു മുമ്പ് തലാസസ് പർവ്വത മുകളിലെ ബുദ്ധാശ്രമത്തിലുള്ള സെൻ ഗുരുവിനെ ഒന്ന് കാണാം എന്ന് സുഹൃത്ത് അയാളെ നിർബന്ധിച്ചു. എന്തായാലും എല്ലാം ഇട്ടിട്ട് പോവാണല്ലോ, വേറെ വഴിയൊന്നുമില്ല മുന്നിൽ, എന്നാ പിന്നെ പോകുന്നതിന് മുൻപ് ആ സന്യാസിനെയും കൂടി ഒന്ന് കണ്ടേക്കാം. അങ്ങനെ ലാസൂണസും വിചാരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ രണ്ടുപേരും കൂടിയിട്ട് പോവുകയാണ്. അങ്ങനെ കുറെ യാത്ര ചെയ്ത് അവര് പർവ്വതത്തിന്റെ മുകളിലുള്ള ബുദ്ധാശ്രമത്തിൽ എത്തി. അവരുടെ മനസ്സിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. എന്നാൽ ആശ്രമ അന്തരീക്ഷം ഭയങ്കര പ്രശാന്തമായിരുന്നു. അവിടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു 5 പേര് ഇരിപ്പുണ്ടായിരുന്നു. അവരെല്ലാവർക്കും മുഖത്ത് ഭയങ്കര നൈരാശ്യമായിരുന്നു. കടക്കെണിയിലായ ഒരു വ്യാപാരി, ലക്ഷ്യം പിഴച്ച വില്ലാളി, ഒറ്റപ്പെട്ടു പോയൊരു വൃദ്ധ, വിളവ് നശിച്ച ഒരു കർഷകൻ, മാറാരോഗിയായ വേറൊരാള്, അങ്ങനെ 5 പേര് കേട്ടോ. അപ്പൊ അവരുടെ കൂടെ ലാസൂണസും പോയിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സന്യാസി ഒരു പുഞ്ചിരിയോടുകൂടി അവരുടെ അടുത്ത് വന്നു. എന്നിട്ട് അവരുടെ സങ്കടങ്ങളൊക്കെ കേട്ടു. അങ്ങനെ അവരുടെ സങ്കടങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവർക്ക് ഓരോരുത്തർക്കും ഓരോ പേപ്പർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതിലെഴുതി എനിക്ക് തരൂന്ന് പറഞ്ഞു. അങ്ങനെ ലാസൂണസ് ഉൾപ്പെടെ എല്ലാവരും തങ്ങളുടെ ജീവിതത്തിലെ തങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയ സങ്കടം അതിലെഴുതി. എന്നിട്ട് സന്യാസി അവരോട് ഒരു വൃത്തത്തിലിരിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരു വട്ടത്തിലിരുന്നു. ഇനി എന്ത് ചെയ്യണം? ഈ കടലാസുകള് നിങ്ങളുടെ വലത്തെ വശത്തിരിക്കുന്ന ആൾക്ക് കൈമാറ്. കിട്ടിയ കടലാസ് തുറന്ന് നിശബ്ദമായി വായിക്കാമെന്നും പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് അവര് ചെയ്തു. അപ്പോ ലാസൂണസ് തന്റെ ഇടതുവശത്തുള്ള ആളിൽ നിന്ന് പുതിയൊരെണ്ണം നമുക്ക് കിട്ടുകയും ചെയ്യുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് വലത്തെ വശത്തുള്ള ആൾക്ക് കൊടുക്കും, ഇടത്തെ വശത്തുള്ള ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്വീകരിക്കും. അപ്പോൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട, വിവാഹം നടക്കാത്ത ഒരാളുടെ സങ്കടം അത് വായിച്ച ലാസൂണസിന് വിചാരിച്ചു, ഒരു ചിരി വന്നു. ഓ, മരണം ഇപ്പം ആർക്കും തടയാൻ പറ്റില്ലല്ലോ, വിവാഹം നടക്കാത്തത് നല്ല കാര്യമാണ്, ഉത്തരവാദിത്തങ്ങളുടെ ഭാരമില്ലല്ലോ, ഇതൊരു പ്രശ്നമാണ്. അങ്ങനെ ഓരോ പേപ്പർ വായിക്കുമ്പോഴും അവരിങ്ങനെ ഓരോന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ സന്യാസി വീണ്ടും പറഞ്ഞു, ഒന്നും കൂടിയും പേപ്പർ കൈമാറാൻ പറഞ്ഞു. അപ്പൊ ഇത്തവണ കിട്ടിയത് എന്താണ്? വില്ലാളിയുടെ കടലാസാണ് കിട്ടിയത്. അപ്പൊ ഇത്തവണ ലാസൂണസിന്റെ മുഖത്ത് ചെറിയൊരു ചിന്ത മിന്നി മറിഞ്ഞു. ഇയാൾക്ക് ഏകാഗ്രത ഇല്ലാത്തത് കൊണ്ടല്ലേ ലക്ഷ്യം പിഴച്ചത്. പരിശീലനം വർദ്ധിപ്പിച്ച ഇയാൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇതിനാണ് ഇത്രയധികം വിഷമിക്കണേ എന്ന് ചിന്തിക്കുകയാണ്. പിന്നെയും കടലാസ് കൈമാറി. അത് കിട്ടിയപ്പോൾ ലാസൂണസ് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. ദാരിദ്ര്യം കാരണം വിഷമിക്കുന്ന കർഷകന്റെ കഥയായിരുന്നു. അത് അയാളുടെ തന്നെ അശ്രദ്ധയുടെ ഫലമാണ് എന്ന് ലാസൂണസിന് തോന്നി. പെട്ടെന്ന് അവന്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു. എന്റെ പ്രശ്നവും മറ്റൊരാൾക്ക് ഇതുപോലെ നിസ്സാരമായിട്ട് തോന്നുമോ? ആ സംശയം അവനിൽ പതുക്കെ ഉറച്ചു. കടലാസുകൾ വീണ്ടും വീണ്ടും കൈമാറി. ഒടുവില് എല്ലാവർക്കും അവരവരെഴുതിയ കടലാസ് തന്നെ തിരിച്ചു കിട്ടി. റൗണ്ട് ചെയ്ത് വരുമ്പോൾ അവസാനം അവരവരെ കിട്ടുമല്ലോ. അങ്ങനെ ഭയങ്കര നിശബ്ദതയായിരുന്നു. കാറ്റില് മരച്ചില്ലോ ലയിന ശബ്ദം മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. കുറച്ചു നേരം
അവരെ തന്നെ നോക്കി നിന്ന ശേഷം സന്യാസി ശാന്തമായിട്ട് പറഞ്ഞു, ഇപ്പോ നിങ്ങളുടെ കൈകളിലുള്ള കടലാസ് ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പൊ എല്ലാവരും അവരവര് സ്വന്തം എഴുതിയ കടലാസിലേക്ക് നോക്കുകയാണ്. ഇനി ഇപ്പൊ പറയൂ, ഇതാണോ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം? 5 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അതേ ഗുരുദേവ, ഇതിന് യാതൊരു പരിഹാരവും ഇല്ല. ഇതാണ് ഏറ്റവും സങ്കീർണമായ പ്രശ്നം. എല്ലാവർക്കും അവരവരുടെ പ്രശ്നം വലുതല്ലേ. ഇത് കേട്ട് സന്യാസി ഉറക്കെ ചിരിച്ചു. ശേഷം വളരെ ഗൗരവത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ നിങ്ങൾ വളരെ യുക്തിയോടെ ലോജിക്കായിട്ട് കണ്ടു. എന്നാൽ സ്വന്തം പ്രശ്നങ്ങളെ വികാരങ്ങളോട് ഇമോഷനോട് കൂടിയിട്ട് സമീപിച്ചു. അതാണ് നിങ്ങളുടെ വേദനയുടെ യഥാർത്ഥ കാരണം. സന്യാസി ലാസൂണസിന്റെ കണ്ണുകളിലേക്ക് നോക്കി തുടർന്നു, പ്രശ്നം മാറുന്നതിന് മുൻപ് അതിനെ നോക്കിക്കാണുന്ന നിങ്ങളുടെ കാഴ്ചപ്പാട് മാറണം. കാഴ്ചപ്പാട് കഷ്ടപ്പാട് മാറ്റും. ഇപ്പോ നിങ്ങളുടെ പ്രശ്നത്തെ മറ്റൊരാളുടെ പ്രശ്നമായി കണ്ട് ചിന്തിച്ചു നോക്കുക. ലാസൂണസ് തന്റെ കൈകളിലെ കടലാസ് ഒരിക്കൽ കൂടി തുറന്നു വായിച്ചു. ഇത്തവണ അതേ വാക്കുകൾ, അതേ സങ്കടങ്ങള്, പക്ഷേ അതേ പ്രശ്നത്തിന് ഇപ്പോ പഴയ ആ ഒരു കാഠിന്യം ഉണ്ടായിരുന്നില്ല. മറ്റൊരാളുടെ പ്രശ്നം പോലെ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നായി തന്റെ പ്രശ്നം മാറിക്കഴിഞ്ഞിരുന്നു. അവൻ ആ കടലാസ് പതുക്കെ മടക്കി നെഞ്ചോട് ചേർത്തു. മനസ്സിലെ വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ ഗുരുവിനെ നോക്കി അവൻ ചെറുതായി മന്ദഹസിച്ചു. നേരം പുലർന്നിരുന്നു. പർവ്വതമുകളിൽ നിന്ന് പുതിയൊരു ഊർജത്തോടെ താഴേക്ക് നടക്കുമ്പോൾ ചുറ്റുമുള്ള പ്രകൃതി പഴയതുപോലെ തന്നെയായിരുന്നു. താഴെ അവനെ കാത്തിരിക്കുന്ന കടക്കാരും പ്രശ്നങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ മുഖത്ത് പുതിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആത്മവിശ്വാസത്തോടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ പഠിച്ച ഒരാളുടെ ശാന്തമായ പുഞ്ചിരി. ലോകം മാറിയിരുന്നില്ല, മാറിയത് ലാസൂണസിന്റെ കാഴ്ചപ്പാട് മാത്രമായിരുന്നു. ഇന്ന് നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നം എഴുതുക. തുടർന്ന് അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണെന്ന് കരുതി നിങ്ങൾ നൽകുന്ന ഉപദേശം എഴുതുക. ആ ഉപദേശത്തിൽ തന്നെ നിങ്ങളുടെ പരിഹാരവും ഒളിഞ്ഞിരിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും. നിങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങളെ മറ്റൊരാളുടേതെന്ന പോലെ നോക്കിക്കാണാൻ കഴിഞ്ഞാൽ വളരെ വേഗം നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ സാധിക്കും.